അമേരിക്കൻ ഭരണഘടനയുടെ 14th അമെൻമെൻറ്റ് ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ മണ്ണിൽ ജനിച്ച ഏതൊരു കുഞ്ഞും ഇവിടുത്തെ പൗരന്മാരെ അവർ ഇവിടുത്തെ പൗരത്വത്തിന് അർഹതപ്പെട്ടവരാണ്. അതായത് അത് ഇവിടുത്തെ പൗരന്മാരുടെ മാതാവും പിതാവും ഇവിടുത്തെ പൗരന്മാരല്ല എങ്കിൽ കൂടി അവർ അമേരിക്കൻ സിറ്റിസൺഷിപ്പിന് അർഹരാണ് എന്നുള്ളതാണ് എഴുതി വച്ചിരിക്കുന്ന ഒരു 14th അമെൻമെൻറ്റ്. അത് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കറുത്തവർഗ്ഗക്കാർ അടിമത്തത്തിനെതിരെ ധീരമായിട്ട് പോരാടിയ ഒരു രാജ്യമാണ് അമേരിക്ക. കറുത്തവർഗ്ഗക്കാരെ ചങ്ങലക്കിട്ട് അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ഏകദേശം ഒരു 200-300 വർഷം മുമ്പൊക്കെയാണ് ഈ സംഭവം. അപ്പം അന്ന് അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പൗരത്വം നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു നയമാണത്. പക്ഷേ അത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അത് മറ്റേ ടൂറിസം, പ്രഗ്നൻസി ടൂറിസം, ബർത്ത് ടൂറിസം, അതല്ലെങ്കിൽ ക്രിമിനൽ നടപടികളുമായിട്ട് ഉള്ള ഇതാണ്. ഇത്തവണ 2024-25 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇറക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാര പരിധി വെച്ചിട്ട് അദ്ദേഹം ആരുമായിട്ടും ആലോചിക്കാതെ ആദ്യമായിട്ട് ചെയ്ത ഒന്ന്, അതായത് ആദ്യമായിട്ട് പറഞ്ഞു ഇനി മുതൽ LGBTQ ഇല്ല, ആണും പെണ്ണും സ്വവർഗരതിക്കാർക്ക് അവിടെ സ്ഥാനമില്ല, അതൊരെണ്ണം. രണ്ടാമത് വളരെ പ്രാധാന്യത്തോടെ അതേ ദിവസം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇതാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ട്. ജൂണിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഇത് അട്ടിമറിക്കപ്പെട്ടു. കാരണം 14th അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു കൊടുക്കുന്നതാണ് ഈ അവകാശം. അപ്പോൾ അത് ട്രംപിന് എക്സിക്യൂട്ടീവ് ഓർഡർ വഴി നിരാകരിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി, ജോൺ റോബർട്ട്സ്, പിന്നെ കാവന, ഇങ്ങനെയുള്ള സുപ്രീം കോടതി ജഡ്ജിമാരാണ് ഇതിനെ പറ്റിയൊക്കെ ചർച്ച നടത്തി അവർ തീരുമാനത്തിലെത്തിയത്. ഇന്ന് വീണ്ടും ട്രംപ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ട്രംപിൻ്റെ ഉപദേശകരുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം റസൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയും, പിന്നെ വേറെ ഉള്ളത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്റ്റീഫൻ മില്ലർ, ഒരു ചെറുപ്പം 10-40 വയസ്സിനോട് അടുത്തുള്ള ഒരു ആളാണ്. ഇവരാണ് വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലിരുന്ന് ട്രംപിന് വേദോതി കൊടുക്കുന്ന ആൾക്കാർ. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറൊക്കെ ട്രംപ് ഇവരാണ് ഭരണം കൈയാളുന്ന മുഖ്യ ആൾക്കാർ. അപ്പോൾ ഇതിൽ ഈ സാധനം വീണ്ടും സുപ്രീം കോടതിക്ക് മേലെയാണ് ട്രംപ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി കോടതി എങ്ങനെയാണ് ഇത് ഉരുതിരിഞ്ഞ് വരാന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ ഒരു ബാക്കി പത്രം നമുക്കറിയാം. അമേരിക്കൻ ഐക്യനാടുകൾ ഒരു വളരെ സമ്പന്നമായ പ്രദേശമാണ്. ഒരു പക്ഷേ ദാസനും വിജയനും അക്കരെ സിനിമയിൽ പറയുന്നോണം, ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നോണം, ദാസ ഇത് വളരെ സമ്പന്നമായ രാജ്യമാണ്, നമുക്കിവിടെ CID പോൾ ബാർബറി ഒന്നും അന്വേഷിച്ച് കിട്ടാൻ പോകില്ല, നമുക്ക് ലാവിഷായിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാം, ഇവിടുന്ന് മാറുമ്പോൾ അപ്പുറത്ത് പോവാം, അപ്പുറത്തുനിന്ന് വാഷിങ്ടൺ DC, മിയാമി, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞോണം സമ്പന്നമായ രാജ്യമാണ്. അത് നമുക്ക് വ്യക്തമാവുക. നമ്മുടെ രാജ്യത്തെ അംബാനി പോലും 1991 അവരുടെ മക്കൾ ജനിക്കുന്ന സമയത്ത് അമേരിക്കൻ പൗരത്വത്തിൻ്റെ വില അംബാനിമാർക്ക് പോലും, അതായത് ഇന്നല്ല 91 ആകാശ് അംബാനിയും ഇഷ അംബാനിയും ഒരു പൗരത്വത്തിന് വേണ്ടി ബർത്ത് ടൂറിസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബർത്ത് ടൂറിസം ആയിട്ട് വന്ന് ഇവിടെ ജനിച്ച് ഇവിടുത്തെ പൗരന്മാരാണ്. അത് ഇന്നും ആരൊക്കെ നമ്മുടെ ധാരാ രാഷ്ട്രീയത്തിലും സിനിമ കലാകായിക രംഗത്ത് നിൽക്കുന്നവരാരൊക്കെയാണ് അമേരിക്കൻ പാസ്പോർട്ട് കൊണ്ട് നടക്കണമെന്നുള്ളത് വിവരാവകാശം വെച്ചാൽ മാത്രമേ നമുക്ക് അതും കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. ഒരു പക്ഷേ അംബാനി കുടുംബത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉത്തരം പറയാതെ പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം. അംബാനി കുടുംബത്തോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഏത് പൗരത്വമാണ് നിങ്ങൾ ഈ ആകാശനും ഈശയ്ക്കും? ആ പൗരത്വം കിട്ടാനായിട്ട് വലിയ പണക്കാർക്കൊക്കെ എളുപ്പമായിരുന്നു, ഒരു പരിധിവരെ എളുപ്പമായിരുന്നു. മുമ്പൊക്കെ അതിന് ഒരു 8 കോടി, $1 മില്യൺ, 9 കോടിക്കൊക്കെ കിട്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക. EB-5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിസ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് വന്ന പിന്നെ അത് 45 കോടി രൂപ, 50 കോടി രൂപ, $5 മില്യൺ കൊടുക്കണം. അപ്പോൾ കുടുംബം ഇങ്ങോട്ട് വരാം, ഗോൾഡ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. മുമ്പ് ഗ്രീൻ കാർഡിന് 8.5 കോടിക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ EB-5 വിസ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതരത്തിലും അങ്ങനെ കടലാസ് കൈപ്പറ്റി. പക്ഷേ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ട്രംപിൻ്റെ ഭരണകാലത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മൾ പറഞ്ഞു വരുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന ലോകം മുഴുവനുണ്ട്. പ്രത്യേകിച്ച് കമ്മികൾ, നമ്മുടെ നാട്ടിലെ കമ്മികൾ, ബൂർഷകളായ മുതലാളിത്ത വർഗത്തിൻ്റെ എന്നും പറഞ്ഞിട്ട് ആദ്യം കടലാസ് കിട്ടുന്ന നിമിഷം അവരിങ്ങോട്ട് കയറിപ്പോരും. അത് നമ്മൾ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും റോച്ചസ്റ്ററിലുള്ള മയോ ക്ലിനിക്കിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഘോരം അമേരിക്കയുടെ ബൂർഷ മുതലാളിത്ത സംസ്കാരത്തിനെതിരെ, ജൂതന്മാർക്ക് എതിരെ പ്രസംഗിക്കുന്ന അറബികളോ മുസ്ലിമുകളും, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ പ്രസംഗിക്കുന്ന കമ്മികളും മുസ്ലിമുകളൊക്കെ ഏറ്റവും ആദ്യം വരാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതെന്താണെന്നറിയില്ല. അതെവിടെയെങ്കിലും നിൽക്കട്ടെ. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കണം, പയ്യെ ഇവിടുത്തെ ആൾക്കാരാവണം എന്നാണ് സ്വാധീനമുള്ളവരും നല്ല താല്പര്യമുള്ളവരും, മിലിറ്ററി ജനറൽമാരോ രാഷ്ട്രീയ അധികാരത്തെ കൈയാളുന്നവരോ അതല്ലെങ്കിൽ ബിസിനസ്സുകാരോ അതല്ലെങ്കിൽ അങ്ങനെ വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർ ചൈനയിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് ടൂറിസം പോലെ, അതായത് അവിടുന്ന് പാക്കേജ് ഇതെടുത്തിട്ട് ടൂറിസം പോലെ വന്നിട്ട് പ്രസവത്തിൻ്റെ ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ ഇവിടെ വരാം, പ്രസവിക്കുക, കുട്ടി ഇവിടുത്തെ പൗരനാക്കുക, ചൂഷണം ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ട്രംപ് ഈ ഒരു വെല്ലുവിളി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ദൂരവ്യാപക, കാരണം ഇവിടെ ജനങ്ങളെ ആവശ്യമുണ്ട്. അമേരിക്കയ്ക്ക് ജനങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കാലിഫോർണിയ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൃഷിക്കും മറ്റും പണികൾക്കൊന്നും ആൾക്കാരെ ലഭിക്കാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിവിടെ ആവശ്യമുണ്ട്. എന്നാൽ ട്രംപ് വീണ്ടും കോടതിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ ഇറങ്ങിയിരിക്കുകയാണ്. ട്രംപിൻ്റെതായ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 വയസ്സും വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ ഒരു പക്ഷെ ചെയ്തു കൂടുന്ന തുടക്കത്തിൽ കണ്ട ആവേശം പല കാര്യങ്ങളിലും അദ്ദേഹം കാണിക്കുന്നില്ല. അത് ചിലപ്പോഴും സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. കാരണം ഒരു ഖത്തറിൽ നിന്നൊരു പാട്ടക്കഷ്ണം 400 മില്യൻ്റെ ഒരു പ്ലെയിൻ കിട്ടിയോടുകൂടി ഖത്തറിന് എതിരെ സംസാരിച്ചത് നേരെ വിപരീതമായിട്ട് പറഞ്ഞു. അപ്പോൾ ട്രംപ് അങ്ങനെ സ്വാധീനിക്കപ്പെടിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ചില നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റീവൻ മില്ലർ പോലെയുള്ള ആൾക്കാർ ഒക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, അതായത് സുപ്രീം കോടതിയിൽ ജൂണിൽ തോറ്റു, ഇന്ന് ഞാനും സംസാരിക്കുന്നത് ആഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ അദ്ദേഹം വീണ്ടും ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അതായത് ഇവിടെ ജനിച്ചാൽ പൗരത്വം ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ എക്സിക്യൂട്ടീവ് ഓർഡർ വീണ്ടും ഇത് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ബർത്ത് ടൂറിസം പറ്റില്ല, അതല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല. പക്ഷേ ഇത് ആ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് എടുത്തു കളയാൻ പറ്റുന്നതല്ല. ഒപ്പം തന്നെ നമ്മളുടെ ഒട്ടനവധി ഇന്ത്യൻ വംശജരായ IT വിഭാഗത്തിൽപ്പെട്ടവർ, അവർ H1 വിസയിലാണ് ഇവിടെ വരിക. തൊഴിലാളികൾ സോഫ്റ്റ്വെയറിൻ്റെ ജോലി H1 L1. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത തലമുറ അവർക്കൊരു പക്ഷേ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് ഇപ്പോൾ 20-25 വർഷം കഴിഞ്ഞിട്ടാണ്. കാരണം അവർ H1 വിസയിൽ, പക്ഷേ അവരുടെ ജീവിത സാഹചര്യം അവർക്ക് നന്നായിട്ട് ജീവിക്കാം, വീട് വാങ്ങാം, കാർ വാങ്ങാം, തൊഴിൽ ചെയ്യാം, പണം ഉണ്ടാക്കാം, പണം സമ്പാദിക്കാം. പക്ഷേ പൗരത്വവും ഗ്രീൻ കാർഡിലേക്കും കടക്കണമെങ്കിൽ ഏകദേശം ഒരു 20 വർഷം 25 വർഷമൊക്കെ ആക്കിയിട്ടാണ്. എന്നാൽ അവരുടെ അടുത്ത തലമുറ ഇവിടെ ജനിച്ചു വളർന്നത്. കാരണം ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു പക്ഷേ ഇവരെ കാണുമ്പോൾ ഇവരുടെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളല്ല, ഒരു കുറച്ച് വിഭാഗം ജനങ്ങൾ വാഷിങ്ടൺ DC ഭരണസിരാ കേന്ദ്രത്തിലും ഒരു ബിസിനസ് വിഭാഗം ഇരുന്ന് ഈ രാജ്യത്തെ നടത്തുന്നു എന്നുള്ളതൊഴിച്ച് അവരൊഴിച്ച് മറ്റുള്ളവരൊക്കെ അത്ര പ്രബുദ്ധരായ ജനങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ത്യയെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഒട്ടും പ്രബുദ്ധത ഇല്ലാത്തതാണ്. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റു പല ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങളാണ് ഈ രാജ്യത്തിനുള്ളത്. ആത്മീയമായിട്ടുള്ള ആ ഒരു സംരക്ഷണമോ അനുഗ്രഹമോ മാത്രമാണ് ഈ രാജ്യത്ത്. കാരണം ജനങ്ങളുടെ കഴിവുകൊണ്ടല്ല ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ അത് ആൾക്കാർ ആ ആത്മീയമായിട്ടുള്ള ആ ജീവിതത്തിൽ നിന്ന് മാറിയപ്പോൾ ആ തകർന്നടിഞ്ഞ്, യൂറോപ്പിലെ പോലെ തന്നെ അമേരിക്കയും തകർന്നടിഞ്ഞു വരുന്ന ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ ജനങ്ങൾ പുറമെ നിന്ന് വന്നാൽ ഇന്ത്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, ഇന്ത്യക്കാർ അതിൻ്റെ പ്രധാന കണ്ണിയാണ്. കാരണം ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, IT മേഖലയിൽ, രാഷ്ട്രീയ രംഗത്ത് FBI ഡയറക്ടർ തൊട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണസഭയിൽ കമലാ ഹാരിസ് തമിഴ് വംശജ, അതല്ലെങ്കിൽ അവിടെ തൊട്ട് ഒട്ടനവധി ആൾക്കാർ, പത്രമാധ്യമ രംഗത്ത് ഉള്ള സഞ്ജയ് ഗുപ്ത, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, CEO ഗൂഗിൾ തൊട്ട് മൈക്രോസോഫ്റ്റ്, അത് ഒക്കെ ഇന്ത്യക്കാരാണ് ഇത് ചെയ്യുന്നത്. കാരണം
ഇവിടുത്തെ ആ ഒരു തലമുറയ്ക്ക് ഒരു വിഭാഗം വെള്ളക്കാർക്ക് മാത്രമാണ് അത്ര പ്രബുദ്ധത ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജനങ്ങളില്ലാതെ ഇവിടെ ഇത് നടത്താൻ പറ്റില്ല. പുറമേ നിന്നുള്ള ഇമിഗ്രേഷൻ, അതായത് 195 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്നു. അതിൽ ഇന്ത്യൻ വംശജർ ഈ അടുത്താണ്, ഏകദേശം ഒരു 3 ദശകങ്ങളായിട്ടാണ് ഇന്ത്യൻ വംശജർ അവരുടെ സ്വാധീനം അമേരിക്കയിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം കൂടി എല്ലാ വിസകളും പൗരന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരു 50 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. അപ്പോൾ വീണ്ടും ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ സാഹചര്യം.